എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്ന ഒരു മലയാള കവിതയുണ്ട്. അത് കേരളത്തിൻ്റെ മനോഹരമായ സസ്യലതാദികൾ നിറഞ്ഞ ചുറ്റുപാടുകളെ ഏറ്റവും ഭംഗിയായി അനുഭവിപ്പിച്ച കവിതകളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ ടീച്ചർ ഹിജാബ് കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ നോക്കുന്നിടത്തെല്ലാം ഇപ്പോൾ ഹിജാബികളായി മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു സേവനത്തിൻ്റെ ഇടപെടൽ കണ്ടു. അവരും ഹിജാബി. വൈകുന്നേരമായപ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ പെണ്ണുങ്ങളെ കെട്ടിയിട്ട് അടച്ചിട്ട് സമുദായത്തിൽ നിന്ന് പുറത്താക്കി കറുത്ത തുണിക്കകത്ത് പൊതിഞ്ഞ് അടുക്കളയിൽ വെച്ച് പ്രസവിപ്പിച്ച് മീൻകറി വെപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇതിനെ ശരിയാക്കാൻ നടക്കുന്ന കാലത്ത് ഒരു ഷംല ഹംസ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നതേ. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ കണ്ട് ആകപ്പാട് അസ്വസ്ഥമാകുന്നൊരു സ്ഥിതിയിലേക്കെത്തി. നമ്മുടെ സെൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൾ അവിടെ ഹിജാബ് ഇട്ടവരെ കാണുമ്പോഴാണ് പേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തോട്ടിറങ്ങി നോക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഹിജാബികളായാൽ വല്ലാതെ ഭയപ്പെട്ടു പോകും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, അതുകൊണ്ട് ഈ സിനിമാ മേഖല, മതമൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലാതെ ബാക്കി എല്ലാത്തിനും തികഞ്ഞ നല്ല നിറഞ്ഞു നിൽക്കുന്നൊരു മേഖലയാണ് എന്ന് വിചാരിച്ച് ആളുകൾ ഇനി ചാടി പുറപ്പെട്ട് ഇത് ഷംല ഹംസയെ പിന്തുടർന്ന് എന്ന പേരിൽ ഇനി അതിനകത്ത് കയറി അങ്ങ് തലകുത്തി മറിഞ്ഞ് നേട്ടങ്ങൾ കൊയ്യുന്നതിനെക്കുറിച്ച് വല്ലാണ്ടങ്ങ് ചിന്തിച്ച് എവിടെയെങ്കിലും ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുകൂടി ഇതിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും ഹിജാബികളുടെ ഒരു പ്രളയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവാർഡ് കിട്ടിയവരെ നോക്കുമ്പോൾ മമ്മൂട്ടി, ആസിഫ് അലി, ഷംല ഫാത്തിമ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇനി അതിനകത്ത് ലീഗിൻ്റെ ഇടപെടലുണ്ടെന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ഇടപെടലുണ്ടെന്നും KM ഷാജിയുടെ ഇടപെടലുണ്ടെന്നും ഒക്കെ പ്രസംഗിക്കുമോ എന്ന് വലിയ വശമില്ല. എഴുതി കൊടുത്ത ആളെയും വായിച്ചോളും, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. ഏതായാലും അങ്ങനെ സംഗതി ഗംഭീരമായിരിക്കുകയാണ്. 2 വാർത്തകളാണ് ഇന്ന് ഹിജാബുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി വന്നത്. ഒരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാദർ ഫ്രാൻസിസ് തനിക്കപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ, ഒരു പിതാവിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഷമീമ ഇസ്ലാഹി ടീച്ചറെ പോലുള്ളവർ ഈ സമൂഹത്തിന് വലിയ സമ്പത്താണ്, അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മതസൗഹാർദ്ദം അത് അപകടത്തിൽ പല കാരണങ്ങളാലും ആയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പിതാവെ, മതസൗഹാർദ്ദം അപകടത്തിലാവുന്നതിന് ഇതൊന്നും ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? മതവിദ്വേഷം കൊണ്ട് നടക്കുന്നവന്മാർ അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നവൾമാർ അവരുടെ ഉള്ളിൽ നിന്ന് അതിനെ പറിച്ച് ദൂരേക്ക് കളയണം. അതല്ലാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാളിനെ സഹായിക്കാൻ ഇറങ്ങി, അയാൾ വേറൊരു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നമ്മുടെ പടച്ചോൻ പറഞ്ഞ കൂലി നമുക്ക് കിട്ടുമെന്നല്ലാതെ പടപ്പിനെ കൊണ്ട് പറയിക്കാനും വിദ്വേഷയെ കൊണ്ട് പറയിക്കാനും ഒക്കില്ല. അപ്പോൾ അവരെന്ത് പറയുമെന്നറിയാമോ? അതൊക്കെ അഭിനയമല്ലേ, കള്ളപ്പണമല്ലേ, അഭിനയിച്ച് നമ്മളെയും കൂടെ കീഴ്പ്പെടുത്തി നമ്മുടെ മുന്നിൽ നല്ല ആൾ ചമയാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഷമീമ ടീച്ചർ ചെയ്തത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ സംഗതിയായൊന്നും മാറില്ല. പിന്നൊരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അവർ ചെയ്യേണ്ടതാണ് ചെയ്തത്. ബാക്കി കേട്ടോളൂ. ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തായിട്ട് മനുഷ്യനെ പ്രതിഷ്ഠിക്കാൻ ഈ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ടീച്ചറുടെ ആ കാരുണ്യ പ്രവൃത്തിയെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ടീച്ചറെ പ്രശംസിക്കുകയും ചെയ്യും. ജാതിക്കും മതത്തിനും അപ്പുറത്തല്ല പിതാവെ, ജാതിക്കും മതത്തിനും അകത്ത് നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഏതായാലും പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. യഥാർത്ഥത്തിൽ ഷമീമ ചെയ്ത പ്രവൃത്തിയേക്കാൾ ഇങ്ങനെ തുറന്നു പറയാൻ ഭയക്കുന്നൊരു കാലത്ത് പിതാവ് ഇത് പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇനി ഷമീമ ഇസ്ലാഹി ആരാണെന്ന് പറയാം. ഷമീമ ഇസ്ലാഹി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഈ ഷമീമ ഇസ്ലാഹി അതോടൊപ്പം തന്നെ മുജാഹിദ് വിഭാഗത്തിൻ്റെ വനിതാ വിങ്ങിൻ്റെ ഒരു ചുമതലക്കാരിയാണ്. UDFൻ്റെ കൗൺസിലറാണ്. സ്റ്റേറ്റ് വഖഫ് ബോർഡ് മുൻ അംഗമാണ്. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ആ സഹോദരി ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, കണ്ണൂരിൽ ഒരു അഗതി മന്ദിരത്തിൽ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട അമ്മ മരണപ്പെടുകയുണ്ടായി. ഈ അമ്മ മരണപ്പെട്ടപ്പോൾ ഈ അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനൊന്നും ആരും ഉണ്ടാവില്ല. ഈ വർഗീയത പറയുന്നവനും വിദ്വേഷം പറയുന്നവനൊന്നും
2-3 കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഒന്ന്, പണം ചെലവഴിക്കാൻ, അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. 2, സമയം മാറ്റിവെക്കാൻ, അതും ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ആ സമയം മാറ്റിവെക്കുമ്പോൾ എങ്ങനെയാണ്? സ്റ്റേജിൽ നിന്നോ മൈക്കിൻ്റെ മുമ്പിൽ നിന്നോ ഒന്നും മാറ്റിവെക്കുന്നത് ഒരു മാറ്റിവെപ്പല്ല. ഇതാരും അറിയാതെ വളരെ താല്പര്യപൂർവ്വം ഇതിനു വേണ്ടി കുറച്ച് സമയം കളയുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ ഈ ടീച്ചർ ഈ അമ്മ മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ, ആ അമ്മയ്ക്ക് ഹിന്ദുമതാചാരപ്രകാരമാണ് സംസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി രംഗത്തിറങ്ങി അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ആ ടീച്ചർ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ടീച്ചർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ പലരും അറിയിക്കുന്നുണ്ട്. മനുഷ്യത്വമാണ് ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ മഹത്വം. ക്ഷേമം ഉറപ്പിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൻ്റെ കൂടപ്പിറപ്പുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആരോരുമില്ലാത്തവർക്ക് അഭയകേന്ദ്രമായി മാറിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി, അതും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിശ്ചയദാർഢ്യത്തോടെ ആർക്കു വേണ്ടിയാണോ സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സഹോദര സമുദായത്തിലെ ഒരംഗത്തിന് ആത്മാഭിമാനത്തിൻ്റെ നിറച്ചാർത്ത് നൽകി ഒരു മാന്യമായ രീതിയിലുള്ള യാത്രയയപ്പ് നൽകാൻ ആ ജനപ്രതിനിധി ഓടിയെത്തി. തൻ്റെ ആചാരങ്ങളോ കർമ്മങ്ങളോ വേഷവിധാനങ്ങളോ ഒന്നും അതിന് വിലങ്ങുതടിയായില്ല. താൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെ ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ച് തന്നെ ആ ജനപ്രതിനിധി തൻ്റെ സഹോദര സമുദായത്തിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചിതക്ക് തീ കൊളുത്തി. കൊളുത്താൻ അവരുടെ ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. ആരോരുമില്ലാത്തവന് സഹായമായി ആ കൈകൾ ചിതയിലേക്ക് വെച്ചപ്പോൾ മനുഷ്യ സഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ വിളനിലമായി അത് മാറി. നമ്മുടെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭിന്നിപ്പിക്കുന്നവർ ഇങ്ങ് കണ്ണൂരിലെ പയ്യാമ്പലത്ത് ഈ ചിതയ്ക്ക് ചിതക്ക് തിരികൊളുത്തിയ ആ ജനപ്രതിനിധിയുടെ ഹൃദയവിശാലത കാണേണ്ടതാണ്. അവർക്കിത് നേടിയെടുക്കാൻ അവരെ പ്രാപ്തമാക്കിയത് അവരുടെ മതവിശ്വാസമാണ്. താൻ വിശ്വസിക്കുന്ന മതം ഉറച്ച സ്ഥലം ഉദ്ഘോഷിക്കുമ്പോൾ പോലും സഹോദര സമുദായത്തോട് അഗൈതവമായ ഹൃദയ ഐക്യം പ്രകടിപ്പിക്കാൻ മറ്റുള്ള സഹോദര സമുദായത്തിലെ ഒരംഗം മരണപ്പെട്ടപ്പോൾ അവർക്ക് ആ മതവിഭാഗത്തിൽ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ അവരെ യാത്ര അയക്കാൻ ആ സഹോദരി എല്ലാം മറന്നോടിയെത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷേമം ഉറപ്പിക്കുന്ന ഏറ്റവും അസൂയാവഹമായൊരു കാഴ്ചയാണ് കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ നമുക്ക് കാണിച്ചു തന്നത്. അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒന്ന് പറയണം. നമ്മളെ ടീച്ചറെ ഇത് കണ്ടപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ എന്റെ കണ്ണു തന്നെ ഭയങ്കര കണ്ണു പറഞ്ഞു. ഹലോ ഷമീമ ടീച്ചറെ, ഞാൻ ഷീബയാണ്. അതായത് ഞാൻ ഈ ഇത് കണ്ടു, പേപ്പർ കട്ടിങ് കണ്ടു. ശരിക്കും ടീച്ചറെ എങ്ങനെയാണ് ആശംസിക്കേണ്ടത് എന്നറിയുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ഒരാള്, അതായത് ഒരു അന്യമതസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തി മരണമടഞ്ഞിട്ട് അവിടെ പോയി അവർക്ക് വേണ്ടുന്ന എല്ലാ ആചാരങ്ങളും ചടങ്ങുകളും ചെയ്ത് അവരെ നല്ല രീതിയിൽ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. അത് ടീച്ചർ ചെയ്തത് കാണുമ്പം തന്നെ എന്താണെന്നറിയില്ല, എന്തോ ഒരു സന്തോഷം. ഇതിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് തോന്നാൻ കാരണം നമ്മളിത് വല്ലാണ്ട് ഇരുട്ടിലായി പോയി എന്ന് തോന്നുന്നതുകൊണ്ടാണ്. എന്ന് വിചാരിച്ച് ടീച്ചറോട് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്തെങ്കിലും അധിക സമയമൊന്നും വേണ്ടി വരില്ല ടീച്ചർ തീവ്രവാദിനിയാവാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിയാവാനും ഒന്നും. അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എത്രയോ വലിയ സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ യൂസുഫ് അലിക്ക, അതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ വളരെ പെട്ടെന്നാണ് തീവ്രവാദികളായി മാറുന്നത്. ഇന്നത്തെ ഇന്ത്യയിൽ അതിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ കാലാകാലം വരുന്ന ഈ പരലോക ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടാവുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഹിജാബ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഷംല ഫാത്തിമയുടെ ഹിജാബ് കാണുന്നത്. എന്താ,
ഫാത്തിമ എന്നോ എന്തോ പറയുന്ന സിനിമയിലാണത്രേ അഭിനയിച്ചത്. ഇത് ധരിച്ചുകൊണ്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ അവാർഡ് ഷംല ഹംസയ്ക്ക് കിട്ടി. വളരെ സന്തോഷം. എല്ലാവരും പോയി അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ഇനിയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അഭിനയിക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരാൾക്ക് അവരവരുടെ എന്താ പറയുന്നത് ആ ക്വാളിറ്റിയും വർത്തും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്നതിൽ പ്രയാസമൊന്നുമില്ല. ഏതായാലും ഇതിനിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതുവരെ ആരും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫത്വകളുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യമായിട്ടോ ഒന്നും രംഗത്ത് വന്ന് ഇതിനകത്ത് വലിയ വിലയിരുത്തൽ നടത്തി അന്തരീക്ഷത്തെ വല്ലാതെ കോലാഹലമാക്കിയില്ല. ഇപ്പോഴത്തെ ഒരു കാലത്തിന് ചേർന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അവനവൻ്റെ ചിന്താ പരിസരങ്ങളും ഇടപെടൽ പരിസരങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പൊത്തി അങ്ങനെ അങ്ങ് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഏതായാലും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഈ പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടി, അതുപോലെ പിന്നെ ഇയാൾ, പിന്നെ സൗബിൻ എന്ന് പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ ഈ അവാർഡുകളെല്ലാം കിട്ടിയതുകൊണ്ട് ഇതിനകത്തെല്ലാം രംഗത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഈ കച്ചവടത്തിനിറങ്ങിയാലും കല്യാണത്തിനിറങ്ങിയാലും വസ്തു വാങ്ങിക്കാനിറങ്ങിയാലും പിന്നെന്തുവാ ഈ സ്വർണം കൊണ്ടുവരാനിറങ്ങിയാലും സിനിമയിലിറങ്ങിയാലും എല്ലാം ഈ ഉത്തമ സമുദായം ഇറങ്ങിയാൽ പിന്നെ ഉത്തമ സമുദായം ഇതങ്ങ് പിടിച്ചടക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഏതായാലും അങ്ങനെ ഈ പറയുന്ന ഹിജാബികൾ എല്ലാവരും കാണുമ്പോൾ പേടിയാവുന്നു എന്ന് പറയുന്നവർ സിനിമയിലും പിന്നെ പൊതുയിടങ്ങളിലും ഒക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. സഹിക്കുക തന്നെ, അല്ല എന്താ ചെയ്യുക.